നമുക്കിന്ന് ഷെയർ മാർക്കറ്റ് ട്രാൻസാക്ഷൻസിന്റെ ടാക്സബിലിറ്റി എങ്ങനെയാണ് വരുന്നത്? ഇൻകം ടാക്സിന്റെ ആംഗിൾ നിന്ന് നോക്കുവാണെങ്കിൽ ഷെയർ മാർക്കറ്റ് ട്രാൻസാക്ഷൻസിനെ ബേസിക്കലി മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് ഇൻവെസ്റ്റിംഗ്, രണ്ട് ഡേ ട്രേഡിംഗ്, മൂന്ന് എഫ് ട്രേഡിംഗ്. അതിൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഷെയർസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഒരു ദിവസത്തെ കൂടുതൽ ഹോൾഡ് ചെയ്യുവാണെങ്കിലാണ് സാധാരണ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കിട്ടുന്നത്. ഇൻവെസ്റ്റിംഗ് രംഗത്ത് വരുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഒരു ഹെഡാണ് പ്ലേ ആവുന്നത്. അതിനകത്ത് ഇപ്പം ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ മേടിക്കുകയാണ്. അത് ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതല്ല, ഒരു വർഷത്തിനകത്താണ്, ഒരു വർഷം എന്ന് പറയുമ്പോൾ 12 മാസം എന്നാണ് സ്പെസിഫിക്കലി പറയുന്നത്. 12 മാസത്തിനകത്താണ് അത് സെല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും. ബേസിക്കലി ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ 10%, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ 15% എന്നുള്ളൊരു ഫ്ലാറ്റ് റേറ്റ് ആണ് സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്ന കേസിൽ ഷെയർ ട്രേഡിംഗിൽ ആപ്ലിക്കബിൾ ആവുന്നത്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡേ ട്രേഡിംഗ്. ഡേ ട്രേഡിംഗിനെ ഇൻകം ടാക്സ് ആക്ട് ഒരു സ്പെക്കുലേഷൻ ബിസിനസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു 4 വർഷത്തേക്ക് ഇതിന്റെ ലോസ് ഉണ്ടെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അതിന്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി എന്തോ സ്ലാബിലാണോ നമ്മൾ വരുന്നത് ആ റേറ്റ് ആണ്, അല്ലാതെ ഒരു സ്പെസിഫിക് ഫ്ലാറ്റ് റേറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല. അതിന് ടാക്സ് ചെയ്യുന്ന ഹെഡ് ഇൻകം ഫ്രം ബിസിനസ് എന്നുള്ള ഹെഡിലാണ് ടാക്സ് ചെയ്യുന്നത്. ഇനി മൂന്നാമത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ ട്രേഡിംഗ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ ട്രേഡിംഗ് വരുമ്പോൾ അതിനെ ഒരു റെഗുലർ ബിസിനസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ റെഗുലർ ബിസിനസ്സും സ്പെക്കുലേഷൻ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ റെഗുലർ ബിസിനസ്സിൽ നമുക്കൊരു ലോസ് ഇൻകർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അത് പക്ഷേ ഒരു സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നമ്മുടെ ലോസ് നമുക്കൊരു 4 ഇയേഴ്സിലാണ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അത് ഒരു സ്പെക്കുലേഷൻ ബിസിനസിന്റെ ലോസ് എപ്പോഴും സ്പെക്കുലേഷൻ ബിസിനസിന്റെ പ്രോഫിറ്റുമായിട്ട് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ബേസിക്കലി ഷെയർ മാർക്കറ്റ് ട്രാൻസാക്ഷൻസിനെ ടാക്സബിൾ ആക്കുന്ന മെത്തേഡ്സ് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഷെയർ ട്രേഡർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നാണ്. കാരണം ഇപ്പം ട്രേഡിംഗ് തുടങ്ങി ആദ്യത്തെ ഒരു മേ ബി 2-3 വർഷം ലോസ് തന്നെയായിരിക്കും ഉണ്ടാക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ആ വർഷങ്ങളിൽ ഉണ്ടാക്കുന്ന ലോസ് ഒക്കെ നമുക്ക് പിന്നീട് അത് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷങ്ങളിൽ വരുന്ന പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് കറക്റ്റ് ഡ്യൂ ഡേറ്റിന് മുമ്പ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ വരുന്നത് നമുക്കിപ്പം GST ഇതിലെങ്ങനെ ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ്. GST ഷെയർ ട്രാൻസാക്ഷൻസിൽ GST ആപ്ലിക്കബിൾ അല്ല. കാരണം ഷെയർസിനെയും മ്യൂച്വൽ ഫണ്ട്സിനെയും ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്നുള്ള ഒരു വിഭാഗത്തിൽ ഈ GST എടുത്തതല്ല.